എല്ലാ പ്രിയപ്പെട്ടവർക്കും കുങ്കുമത്തിന്റെ ഒരു പുതുപുത്തൻ ചൊവ്വാഴ്ച എഡിഷനിലേക്ക് സ്വാഗതം. പ്രവാസ സാഹിത്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. സർക്കാരിന് ഒരു പ്രവാസകാര്യ വകുപ്പുണ്ട്, പ്രവാസകാര്യ മന്ത്രിയുമുണ്ട്. കേരളത്തിൽ അത് നോർക്ക റൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ പല പ്രവർത്തനങ്ങളും നടത്തുന്ന കൂട്ടത്തിൽ ഇപ്പോൾ പ്രവാസ സാഹിത്യ അവാർഡും ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രവാസം എന്നത് മറുനാട്ടിലെ താമസം എന്ന അവസ്ഥയാണ്. സ്വന്തം വീടും നാടും വിട്ട് അന്യസ്ഥലത്ത് താമസിക്കുമ്പോഴാണ് ഗൃഹാതുര ചിന്തകൾ നമുക്ക് ഉണരുക. അത് എഴുത്തുകാരെ സംബന്ധിച്ചാകുമ്പോൾ കുറെ കൂടി തീക്ഷ്ണമാവുകയും ചെയ്യും. അങ്ങനെയാണ് പ്രവാസ സാഹിത്യം എന്നൊരു പ്രത്യേക ശാഖ നമ്മുടെ സാഹിത്യ രംഗത്ത് രൂപപ്പെടുന്നത്. എന്നാൽ അന്യദേശത്ത് ജീവിക്കുമ്പോൾ ആ പ്രത്യേക ഭൂമിക പരിചയപ്പെടുത്തുന്ന എഴുത്താണ് ശരിയായ പ്രവാസ സാഹിത്യം എന്നൊരു അഭിപ്രായവുമുണ്ട്. കേരളത്തെക്കുറിച്ച് എഴുതാൻ എന്തിന് അന്യനാട്ടിൽ പോകണമെന്നാണ് ആ അഭിപ്രായക്കാർ ചോദിക്കുന്നത്. മറുനാട്ടിൽ ജീവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ചിന്തയ്ക്കായി ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു ഇന്നത്തെ കുങ്കുമം. ഒരു മറുനാടൻ എഴുത്തുകാരന്റെയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുടെയും വിശേഷങ്ങൾ അറിയാം ഇന്ന് ആദ്യം നിഴലായി നിലാവായിലൂടെ. തുടർന്ന് മധുരമ മറുഭാഷ, സൂത്രം, ചിത്രപദം എന്നിവയും. അപ്പോൾ ആദ്യം നിഴലായി നിലാവായി. മറുനാടൻ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുങ്കുമം ആരംഭിച്ചത്. മറുനാടൻ എഴുത്തുകാരിൽ പ്രമുഖമായ ഒരു സ്ഥാനം അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളി എഴുത്തുകാർക്കുണ്ട്. ചെറിയാൻ കെ ചെറിയാനെ പോലുള്ള പ്രശസ്തനായ ഒരു കവി ഇന്നും ജീവിക്കുന്നത് ഹൂസ്റ്റണിലാണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മാവൻ ഡോക്ടർ MV പിള്ള പ്രശസ്തനായ ഒരു ഡോക്ടർ മാത്രമല്ല, മലയാളത്തിലെ ഒരു പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹം ഇന്ന് ഫിലാഡൽഫിയയിലാണുള്ളത്. നീന പനേക്കൽ, റിനി മാമ്പലം, KC ജയൻ, രതിദേവി എന്നിങ്ങനെ പ്രശസ്തരുടെ നിര നീളുന്നു. ഇങ്ങനെയുള്ള അമേരിക്കൻ മലയാളി എഴുത്തുകാരുടെ ചരിത്രം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് ശ്രീ ജോർജ് മണ്ണിക്കരോട്ട്. കഴിഞ്ഞ 10-30 കൊല്ലമായി അമേരിക്കയിൽ ജീവിക്കുന്ന അദ്ദേഹം ഒരു ഹ്രസ്വ സന്ദർശനത്തിനായി ഭാര്യ എലിയമ്മ ജോർജുമായി ഈ അടുത്തിടെ കേരളത്തിലെത്തുകയുണ്ടായി. അമേരിക്ക എന്ന പേരിൽ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഒരു നോവൽ എഴുതിയിട്ട് പോലുമുണ്ട് ശ്രീ മണ്ണിക്കരോട്ട്. മണ്ണിക്കരോട് കുടുംബത്തിന്റെ സ്നേഹവിശേഷങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഗീത ചേച്ചി. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. നമസ്കാരം. ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസത്തിന് പോകുന്ന മലയാളികൾ പലപ്പോഴും അവർ നമ്മുടെ ഭാഷയെ, മലയാള ഭാഷയെ മറക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയാള ഭാഷയെ വളരെയേറെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മലയാളികളുമുണ്ട്. അത്തരത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് മണ്ണിക്കരോട്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ശ്രീമതി ഏലിയാമ്മ മണ്ണിക്കരോട്ട് നമ്മോടൊപ്പമുണ്ട്. ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നമസ്കാരം. മലയാളികൾ എങ്ങനെയാണ് അമേരിക്കയിൽ മലയാളി പ്രേക്ഷകർ നമ്മുടെ ചാനലുകളൊക്കെ കാണാറുണ്ടോ? പരിപാടികളൊക്കെ അമേരിക്കയിലെ ധാരാളം മലയാളം ചാനലുകൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കൈരളി ചാനലിൻ്റെ എല്ലാ സിസ്റ്റർ ചാനലുകളും അവിടെ കിട്ടുന്നുണ്ട്. അതിന് ധാരാളം പ്രേക്ഷകരുണ്ട്. മലയാളം സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ? മലയാള ഭാഷയെ അവിടുത്തുകാരും മലയാളം പഠിച്ച് മലയാളത്തില് ഇല്ലേ? അവിടുത്തുകാരും ഉണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ട്. അവര് മലയാളം പഠിച്ച വിദേശികളുണ്ട്, അല്ലെ വെള്ളക്കാരുണ്ട്. പക്ഷെങ്കില് അവരിങ്ങനെയുള്ള ഈ ചാനലുകൾ കണ്ടാല് അത്ര മനസ്സിലാകത്തില്ല. പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടാറുണ്ട് അവര് അല്ലേ? ഉണ്ട്. അങ്ങയുടെ ജോർജ് മണ്ണിക്കരോട്ട് എന്നാണ് അല്ലേ? മണ്ണിക്കരോട്ട് എന്നുള്ളത് വീട്ടുപേര്. സ്വന്തം നാട് അടൂരിനടുത്ത് കൈതപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പൊ അവിടെ നിന്നും അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ട് 38 വർഷക്കാലമായി. ജോലി തേടി പോയതായിരുന്നോ അതോ ഇമിഗ്രേഷൻ അങ്ങനെയായിരുന്നോ? തീർച്ചയായിട്ടും ജോലി ആണല്ലോ മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്.
അപ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെയാണ് പോയത്. പക്ഷേ അമേരിക്ക പോവുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു, അത് സാക്ഷാത്കരിച്ചെടുക്കുക. അപ്പോൾ അമേരിക്ക വന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ ശരിയാവും, അങ്ങനെയുള്ള ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അമേരിക്ക വരിക എന്നുള്ളത്. ആ സമയത്ത് വിവാഹിതനായിരുന്നു? അതെ, വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫാമിലി എല്ലാ പേർക്കും പോകാമല്ലോ അല്ലേ? അതെ അതെ, അന്ന് എല്ലാവർക്കും പോകാമായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അമേരിക്ക വന്നു. അതിനുശേഷം ഭാര്യയും മക്കളെ കൊണ്ടുവന്നു. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ ചേച്ചി? അത് ശരി. അദ്ദേഹം ഇന്ത്യൻ ആർമിയിലായിരുന്നു. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി, 3 നോവലുകൾ അല്ലേ? അതെ. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം. അതെ, ഒരു പഠന ഗ്രന്ഥമെന്ന് പറയാം അല്ലേ? അത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം? അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വാസ്തവം പറഞ്ഞാൽ നമ്മൾ കേരളക്കാരെ പറ്റി ചിന്തിച്ചാൽ അല്ലേ, നമ്മൾ ചരിത്രത്തിൽ വളരെ പിന്നോക്കമാണ്. ചരിത്രം സൂക്ഷിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ചരിത്രത്തെപ്പറ്റി ചിന്തിക്കുന്നതിനോ ആർക്കും സമയമില്ല. കേരളത്തിന് തന്നെ ഏതാണ്ട് 1000 വർഷത്തെ ചരിത്രം, ശരിയായിട്ടുള്ള ചരിത്രമില്ല. ശരിയായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടാകണം. അത് ഈ ജീവിച്ചിരിക്കുന്നവരുടെ കാലം കഴിയുന്നവർ അല്ലെ, ചരിത്രം തുടങ്ങിയവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തുടങ്ങിയവരെ പിന്നെ അറിയാതാവും, പിന്നെ അത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം കൂടെ ഈ ഒരു ചരിത്രം ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അത് പ്രചോദനം തന്നത് വാസ്തവം പറഞ്ഞാൽ ഡോക്ടർ MM ബഷീറാണ്. നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ MM ബഷീർ. അപ്പൊ ചേച്ചി, ഈ ജോർജ് മണ്ണിക്കരോട്ട് എന്ന ആ ഒരു കഥാകൃത്തുമായിട്ടുള്ള പരിചയമൊക്കെ എങ്ങനെയായിരുന്നു, ഒന്ന് ഓർക്കാമോ? ഓർക്കാമല്ല, ആദ്യം ഡൽഹിയിലായിരുന്നപ്പം അവിടെ പള്ളിയിൽ വെച്ച് കണ്ട് സംസാരിച്ച് ഇങ്ങനെ. അദ്ദേഹം വളരെ ശാന്തനാണ്. പിന്നെ സ്മൈൽ വാസ് സോ പെക്യൂലിയർ ആൻഡ് ഹി വാസ് വെരി തിൻ ആൻഡ് ടോൾ. അങ്ങനെ പിന്നെ ഇങ്ങനെ സംസാരിച്ച് ഇതായിട്ട് വന്നപ്പം ഞാൻ ടീച്ചിങ്ങിലായിരുന്നു, നേഴ്സിംഗ് ടീച്ചിങ്ങിലായിരുന്നു. പിള്ളേരുടെ കൂടെ കാത്തലിക് അവിടുത്തെ ലോക്കൽ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്, ലാറ്റിൻ ചർച്ച്. അപ്പോൾ അവിടെ പോകും. അപ്പോൾ എനിക്കൊരു സംശയം, പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഇനി കാത്തലിക് ആണോ അല്ലയോ എന്ന് എനിക്ക് നിർബന്ധം കത്തോലിക്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കണ്ടു. ദെൻ ഐ ന്യൂ ഹീസ് കാത്തലിക്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഞങ്ങളുടെ ഒരു അച്ഛനോട് സംസാരിച്ചു, പറഞ്ഞു ഹീസ് ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ അനുജൻ ഒരു പുരോഹിതനാണ്. അന്നേരം പറഞ്ഞു മണ്ണിക്കരോട്ട് വല്യച്ഛൻ, ലൂക്കോസ് മണ്ണിക്കരോട്ട് വല്യച്ഛൻ, അത് നമ്മളെ ഭാഗ്യവതി അവിടെ ചെന്ന് ചേർന്നാൽ നല്ലതാണ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഈ പറഞ്ഞ അച്ഛനും പാപ്പനും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ടീച്ചറാണ്, ഒരു നേരെ മൊത്തം. അവർ രണ്ടും കൂടെ വീട്ടിൽ വന്നപ്പം മണ്ണിക്കരോട്ടച്ഛൻ വന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയത്. എൻ്റെ അപ്പച്ചൻ്റെ ഫസ്റ്റ് കസിൻ ജ്യേഷ്ഠൻ, അദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അപ്പച്ചൻ വന്നു, പള്ളിയിൽ നിന്ന് വന്നു, മണ്ണിക്കരോട്ടച്ഛൻ വന്ന് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. പാപ്പന് വന്നപ്പോഴേ എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എത്തിയില്ല, എന്നാലും വീട്ടിലുകാർ പറഞ്ഞിട്ട് വന്നു. അങ്ങനെ പിന്നെ ഉടനെ തന്നെ കല്യാണം. ഞാനപ്പോൾ ഐ വാസ് നോട്ട് റെഡി. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടനെ വേണ്ട. അപ്പോൾ പാപ്പൻ പറഞ്ഞു കല്യാണം നടത്തിയിട്ട് പോയാൽ മതിയെന്ന്. എനിക്ക് അവധിയും ഇല്ലായിരുന്നു, എമർജൻസി വന്നത്, അമ്മച്ചിക്ക് സുഖമില്ലാതെ ഇങ്ങനെ. എനിവേ പെട്ടെന്ന് തന്നെ കല്യാണം ഉറച്ചു, വീട്ടിൽ വെച്ച് പതിവ് പോലെ കല്യാണം ഉറച്ചു. കല്യാണം അവിടുത്തെ വീട്ടിൽ വെച്ച് നടത്തി, മണ്ണിക്കരോട്ട് പള്ളിയിൽ. പാപ്പൻ തന്നെയാണ് കല്യാണം ബ്ലസ് ചെയ്തത്. 1972 മെയ് 28. 73 June 7th first son is born. Then second son was born in 74 June 22nd. Then he went to America in September.
സെയിം 74. 75 മാർച്ച് ഞാനും മൊത്തം മക്കളും പോയി. In between we had another son. He was born very premature, 25th week. With that I had diabetes. പക്ഷെ ആ കുട്ടി ജീവിച്ചിരിക്കുമെന്ന് ആരും പറഞ്ഞില്ല. ഡോക്ടേഴ്സ് എല്ലാം ഗിവ് അപ്പ് ചെയ്ത് പ്രേ ടു ഗോഡ് എന്ന് പറഞ്ഞു. പക്ഷെ തമ്പുരാൻ നമുക്ക് തന്നു. ഈ 6.2 ഉണ്ട്. ആൻഡ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റി പഠിച്ച് മിടുമിടുക്കനായി. ഇപ്പോൾ ഒരു കുഞ്ഞു മകളുണ്ടായി അവനക്ക്. ഒരു മിടുക്കരായിട്ടിരിക്കുന്നു. 3 ആൺമക്കള്. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിൽ 5 വർഷം താമസിച്ചു. അവിടെ മോനുണ്ടായി. പിന്നെ ഞങ്ങൾ ടെക്സസിലേക്ക് മൂവ് ചെയ്തു 80 ഡിസംബറിൽ. അവിടെ ഇപ്പോഴും താമസം ടെക്സസിൽ തന്നെ. അദ്ദേഹത്തിന്റെ എഴുത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യാറുണ്ട്? എഴുത്ത് സഹായം ഞാനത് ചിലപ്പോൾ ആദ്യമൊക്കെ കുറേയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നെ ചെറുപ്പം മുതലേ എല്ലാവരും സ്പെല്ലിംഗ് മാസ്റ്റർ എന്ന് വിളിക്കുമായിരുന്നു. എനിക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ വരത്തില്ല. ഇൻ ദാറ്റ് റെസ്പെക്ട് ഐ യൂസ് ടു ഡു ദാറ്റ്. പിന്നെ എനിക്കിഷ്ടമാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഐ ലവ് ടു റീഡ്. പിന്നെ അതിലല്ലാതെ കണ്ണിന് മേലാതായ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് കമ്മിങ് ഫോർവേഡ്. പ്രശ്നം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. 25 വർഷമായി ഇപ്പോഴും. ഇപ്പൊ ഈ കണ്ണിന്റെ കംപ്ലീറ്റ്ലി സൈറ്റ് പോയിരിക്കുക. ഇപ്പൊ എനിക്ക് ഇത് കുറേശ്ശെ കാണാം. അടുത്തിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ വീട്ടില്. പക്ഷെ ഈ കണ്ണിൽ യു ക്യാൻ സീ ദർ ഈസ് എ പാച്ച് ദർ. അതൊരു പുതിയ സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്? അതായത് ഇപ്പൊ സംഘടനകൾ, മറ്റു സംഘടനകൾ എന്തെങ്കിലും? നല്ല ചോദ്യമാണ്. പറയാം. ആദ്യ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെയല്ല, അമേരിക്കയിൽ നിലനിൽക്കാൻ കാലുറച്ച് നിൽക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു. അത് കഴിഞ്ഞ് അതൊന്ന് ഉറച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ തലങ്ങളിലേക്ക് മാറി. സാംസ്കാരികമായിട്ട് നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്ന മലയാളിയുടെ രക്തത്തിലുള്ളതാണ്. അത് തുടക്കത്തിലേ തുടങ്ങി, 70കളിലേ തുടങ്ങി. 80കളുടെ ഉത്തരാർത്ഥം തൊട്ടാണ് സാഹിത്യമായിട്ടുള്ള. അത് വളരെ വ്യത്യസ്തമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ 1-2 ചുരുക്കം പേരെ ഉള്ളായിരുന്നു എഴുതുന്നു എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ വ്യാപകമായിട്ട് വന്നിട്ടുള്ളത് 80കളുടെ പൂർവാർത്ഥം തൊട്ടാണ്, അല്ല ഉത്തരാർത്ഥം തൊട്ടാണ്. സംഘടനകൾ 89 ആദ്യത്തെ സംഘടനയുണ്ടായി, സാഹിത്യ സംഘടനയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ നഗരങ്ങളിലും സാഹിത്യ സംഘടനകളുണ്ടായി. ഇപ്പം എല്ലാ നഗരങ്ങളിലും സാഹിത്യ സംഘടനകളുണ്ട്. 1-2 സംഘടനകളുണ്ട് ഉള്ള നഗരങ്ങളുണ്ട്. മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക ഞാൻ 2000 തുടങ്ങിയതാണ്. അമേരിക്കയിൽ ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ പത്രമാസികൾ ഒക്കെ എത്രമാത്രം ഉണ്ടാവും? കാരണം ഒരു 10-15 പ്രസിദ്ധീകരണം നിലവിൽ കാണും. ഏതാണ്ട് ഒരു 10-35 പ്രസിദ്ധീകരണങ്ങൾ മുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം. അതിനകത്ത് ഒന്ന് എൻ്റെ ഒരു പത്രം തന്നെയാണ്. ഒരു മാസിക തുടങ്ങി 5 വർഷം കൊണ്ടുപോയി, കേരളനാഥം. അത് പിന്നെ അവസാനം എൻ്റെ വർക്ക് ലോഡ് കാരണം നിർത്തിവെക്കേണ്ടി വന്നു. അപ്പം മലയാളിയാണ്, കേരളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുവല്ലോ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദിക്കുകയാണ്, ഉറങ്ങുന്ന കേരളം എന്നൊരു പുസ്തകം അങ്ങ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് പറയാമോ? അത് ഉറങ്ങുന്ന കേരളം എന്ന് പേര് കൊടുക്കാൻ തന്നെ കാരണം, ഇപ്പം ബാങ്കിലെ ഒരു കാര്യം അവിടെ 10 മിനിറ്റ് കൊണ്ട് സാധിക്കുന്ന കാര്യം ഇവിടെ ചിലപ്പം 2 മണിക്കൂർ എടുത്തെന്നിരിക്കും. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ബാങ്ക് ബുക്ക്, പാസ്ബുക്ക്, ബാങ്കിൻ്റെ ആ ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അവിടെ ചെന്നു 2 മണിക്കൂർ അവിടെ കളഞ്ഞു. മാനേജറുടെ അടുത്ത് പോയിട്ടും അതവിടെ 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് വേണ്ട, ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ. അപ്പം അല്ല, ഇത് ഇങ്ങനെ കാണിച്ചിട്ടില്ല, ഇതതിന് പ്രചോദനം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ കേരളം അവിടെ ഉറങ്ങുകയാണ്.
ഉണർന്നിട്ടില്ല. അവരുണരുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടും. അതുപോലെ അവിടെ രാവിലെ 10 മണിക്കകം, അമേരിക്കയിൽ രാവിലെ 10 മണിക്കകം ഹാഫ് ഡേയുടെ അര ദിവസത്തെ കാര്യങ്ങൾ ചെയ്ത് തീർന്നിരിക്കും. പ്രധാനമായിട്ടുള്ള വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ചെയ്യാൻ കഴിവുള്ള സമയം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് രാവിലത്തെ സമയമാണ്. അപ്പോൾ ഒരു 10 മണിക്കൂർ 10 മണിക്കകം മിക്കവാറും ഒരു ദിവസത്തിൻ്റെ പകുതി ജോലി അവിടെ ചെയ്തു തീർന്നിരിക്കും. ഇവിടെ 10 മണിക്ക് ആൾക്കാർ ഉണർന്നു കിട്ടത്തില്ല. അതാണ് ഉറങ്ങുന്ന കേരളം. ശരി. അപ്പോൾ അങ്ങയുടെ ഈ ഒരു സാഹിത്യ ജീവിതത്തിലും ഈ ഒരു സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. ഭാര്യ എന്ന നിലയിൽ ചേച്ചിയുടെ റോള് എത്രമാത്രം സഹായകമായി? തീർച്ചയായിട്ടും സഹായം തന്നെയാണ്. ഞാൻ ഈ സാഹിത്യത്തോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ടും വളരെ സജീവമാണ് ഇപ്പോഴും. ഫൊക്കാന, ഇപ്പം നേരത്തെ ഫൊക്കാന പറഞ്ഞല്ലോ, ഫൊക്കാനയിൽ സജീവ പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം വീട്ടിലെല്ലാം മാനേജ് ചെയ്യുക. പിന്നെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അത് സഹിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഒരു നമുക്ക് പ്രചോദനം തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും അതൊരു ഹെൽപ്പായിട്ട് തന്നെ കണക്കാക്കുന്നു. വർഷക്കാലം 37 വർഷമായി കേട്ടല്ലേ? ആ ഒരു ഇത്രയും നാളും നിങ്ങളുടെ ആ ഒരു മറ്റൊരു സംസ്കാരം, മറ്റൊരു ഭൂപ്രകൃതി ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കഴിയുകയാണ്. അപ്പൊ ആ കുടുംബജീവിതം വളരെ സ്വസ്ഥമായിട്ടും വളരെ സന്തോഷകരമായിട്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു വിജയം. ഇപ്പൊ ചേച്ചിക്ക് കാഴ്ചക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി അദ്ദേഹം സാഹിത്യ സൃഷ്ടിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ നമ്മളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്? അത് ഒന്നാമത് നമ്മള് സഹകരണം, സഹനം, സ്നേഹം. ഒരു ഇവിടെ എനിക്കറിഞ്ഞുകൂടെ അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുന്നത് ഞങ്ങൾ ദൈവമാതാവ്, ഈശോയുടെ അമ്മയെക്കുറിച്ച് പറയുന്നത്, അമ്മ മാതാവിൻ്റെ സ്നേഹത്തിലും സേവനത്തിലും സഹനത്തിലും അമ്മ സഹിച്ചു. അത് മൂന്നും ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെ മാതൃകയായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതെ നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും നമ്മൾ കൂട്ടുകുടുംബത്തിൽ വളർന്നവരാണ്. അവർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ചെന്ന് കയറിയ വീട്ടിലും അതുപോലെ തന്നെ നമ്മളെ ആ രീതിയിലാണ് കണ്ടത്. അമ്മച്ചി, ഇതിൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ. അമ്മച്ചി പറഞ്ഞു, അപ്പച്ചൻ ഉണ്ടായിരുന്നേ മോളെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടേനെ എന്നോട് പറഞ്ഞു അമ്മച്ചി. ഞാൻ പറഞ്ഞു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും നമ്മളെ സ്നേഹം, സേവനം, സഹനം. ആദ്യം സ്നേഹിക്കുക, സേവിക്കുക, പിന്നെ സഹിക്കുക. അത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. അത് നമുക്കത് അത്യാവശ്യമാണ്. അപ്പോൾ ജീവിതം ഇനി മുന്നോട്ട് അങ്ങനെ സന്തോഷകരമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഈശ്വരൻ നൽകട്ടെ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം.